അതുകൊണ്ട് തന്നെ ഇസ്ലാം ഏറ്റവും പ്രാധാന്യത്തോടെ പഠിപ്പിക്കുന്നത് അധ്വാനിക്കുന്നവരായി മാറണം. മേലനങ്ങാതെ വിയർക്കാതെ വൈറ്റ് കോളറായിട്ട് ഇങ്ങനെ ജീവിച്ച് പൈസ ഉണ്ടാകാമെന്ന ധാരണ നമ്മൾ തിരുത്തുകയും മുതലാളിയായി ജീവിക്കുന്നതിന് പകരം അധ്വാനിക്കുന്നവനാകും. മുതലാളി ആരായിരിക്കണം? അധ്വാനിക്കുന്നവനായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. സമ്പന്നനാകാൻ കുറുക്കു വഴികളല്ല നമ്മൾ തേടേണ്ടത്, അധ്വാനിച്ചെങ്ങനെ പണമുണ്ടാക്കാമെന്ന വഴിയാണ് നമ്മൾ ജീവിതത്തിൽ തേടേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൽ ജുമുഅയിൽ ആയത്തുകൾ ഇറങ്ങി. ജുമുഅക്ക് വേണ്ടി നിങ്ങളെ വിളിച്ചാൽ, ബാങ്ക് കേട്ടാൽ നിങ്ങൾ കച്ചവടം അടച്ചിടണം എന്ന് പറഞ്ഞു. പിന്നെയോ നിങ്ങൾ ജുമുഅ നമസ്കാരത്തിന് വന്നാൽ ഫൈദാ ഖുദിയത്തിസ് സ്വലാത്ത്, നമസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർദി, പള്ളിയിൽ തന്നെ ഇരിക്കണമെന്നില്ല, ഫന്തശിറൂ ഫിൽ അർദി, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ അന്വേഷിക്കുക, ജോലി ചെയ്യുക, അധ്വാനിക്കുക. ഇബാദത്ത് കഴിഞ്ഞാൽ അധ്വാനിക്കുക, കഷ്ടപ്പെടുക, പ്രയാസപ്പെടുക. വദ്കുറുല്ലാഹ കസീറാ, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാനുള്ള മാനദണ്ഡം അതാണ്, നിങ്ങൾ വിജയിച്ചേക്കാം. അതുകൊണ്ട് മനുഷ്യരായ മുസ്ലിമീങ്ങളായ തൊഴിലാളിയും മുതലാളിയും ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടുന്ന ഒരു തത്വമാണ് അധ്വാനിക്കുക. വിയർക്കാതെ മേലനങ്ങാതെ ജീവിക്കുക എന്നുള്ള തീം തന്നെ മാറ്റുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും നല്ല ഭക്ഷണം ഏതാണെന്നറിയോ? മാ കല അഹദുൻ തആമൻ ഖത്തു ഖൈറ, ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം മിന്നൻ യഅകുല മിൻ അമലി യദിഹി, സ്വന്തമായി ജോലി ചെയ്ത് സമ്പാദിച്ചുണ്ടാക്കുന്ന പണമാണ്. മറ്റുള്ളവനോട് യാചിച്ച്, മറ്റുള്ളവരോട് ഔദാര്യം കാത്ത്, അവൻ്റെ കന്ന് കിട്ടുന്ന സ്വതക്ക പ്രതീക്ഷിച്ച് അവിടുന്നും ഇവിടുന്നും കിട്ടുന്ന സംഖ്യകൾ കാത്തിരിക്കുന്നതിന് പകരമായി എൻ്റെ ഈ നിലവിലുള്ള ആരോഗ്യസ്ഥിതി വെച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ഏത്? അത് ചെയ്തുണ്ടാക്കുന്ന സമ്പത്താണ് ഖൈറായ സമ്പത്ത്. ചെറുതായിരിക്കാം, കുറച്ചായിരിക്കാം. അന്ന ദാവൂദ് അലൈഹിസ്സലാം, പ്രവാചകനായ രാജാവായി അറിയപ്പെട്ടിരുന്ന ദാവൂദ് നബി അലൈഹിസ്സലാം, കാന ലാ യഅകുലു ഇല്ലാ മിൻ അമലി യദിഹി, സ്വന്തമായി അധ്വാനിച്ച സമ്പത്തല്ലാതെ തിന്നാറില്ലായിരുന്നു. രാജാവാ, പക്ഷേ തൻ്റെ അധ്വാനിച്ച സമ്പത്തായിരുന്നു ജീവിച്ചത് മാർഗമായി കണ്ടത്. അതുകൊണ്ട് മനുഷ്യരെ, നമ്മളൊരു ധാരണ ഇസ്ലാം പഠിപ്പിച്ചു, നമ്മളോട് ജോലിയെല്ലാം മഹത്തരമാണ്, ജോലി ചെയ്യുന്നവരായി നമ്മൾ മാറണം. നമ്മൾ നല്ലൊരു ജോലിക്കാരനാവണം. എങ്ങനെ? മാന്യമായ ജോലിയാവണം, കുറ്റകരമല്ലാത്ത ജോലികളാവണം, ഹലാലായ ജോലിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് ജോലിയും നമുക്ക് വില കുറച്ച് കാണാൻ പാടില്ല. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ചിലരുണ്ട്. ചില ജോലികളെ ഒരു മോശക്കാരനായി കാണുന്ന അവസ്ഥ. ചില ജോലി ചെയ്യുന്ന വ്യക്തികളെ, അവരുടെ കുടുംബങ്ങളെ അവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കൂല, അവരിൽ നിന്ന് ഇങ്ങോട്ട് കല്യാണം കഴിക്കൂല. ആരാ? നല്ല മാന്യമായ ജോലി തന്നെയാണ്. ഈ ഒരു വിവേചനം നമ്മൾ ഒഴിവാക്കുക. പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ കാണാം, ആശാരിപ്പണി ചെയ്തിരുന്ന നൂഹ് നബി അലൈഹിസ്സലാം, മോശാണോ? കൊല്ലപ്പണിക്കാരനായി ജോലി ചെയ്തിരുന്ന ദാവൂദ് നബി അലൈഹിസ്സലാം, ആടിനെ മേച്ച് ജീവിച്ചിരുന്ന മൂസാ നബി അലൈഹിസ്സലാം, ഹബീബുന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ആടിനെ നോക്കുന്നതിന്റെ പോലും മഹത്വം പറഞ്ഞ 17 ഹദീസ് ഉണ്ട്. അപ്പൊ അതൊരു പ്രവാചകന്മാർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു വലിയ റിസ്കി, ഒരു വലിയ ത്യാഗത്തിന്റെ ഡ്യൂട്ടി ഏറ്റെടുക്കാൻ പോണതിന്റെ മുമ്പ് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തുന്ന പണിയാണ്. ആടിനെ നോക്കിയിട്ട് ഇങ്ങനെ തർത്തീബാക്കും. അപ്പൊ കുറെ ശീലങ്ങൾ അയാൾക്ക് വരും. അപ്പോൾ പല നിലക്കുമുള്ള ജോലികളുണ്ട്. പക്ഷേ സമൂഹത്തിൽ ഇന്ന് നമ്മുടെ നാടുകളിൽ തൊഴിലിടങ്ങളിൽ ഉച്ചനീചത്വമുണ്ട്, വിവേചനങ്ങളുണ്ട്. മാന്യമായ പല ജോലിക്കാരെയും വില കുറച്ച് കാണുന്ന അവസ്ഥകളുണ്ട്. അത് നമ്മൾ തിരുത്തണം. ജോലി ചെയ്യുന്നത് മലയാളിയാണോ, അന്യ നാട്ടുകാരനാണോ, അതിഥി തൊഴിലാളിയാണോ, അതൊന്നുമല്ല പ്രശ്നം. ആ ജോലിക്ക് ആവശ്യമായ സംരക്ഷണവും അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കണം. അതാണാണോ, പെണ്ണാണോ, ഈ നാട്ടുകാരനാണോ, അന്യ സംസ്ഥാനക്കാരനാണോ, നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഒരു മുസ്ലിമായി നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ എന്ന് ആലോചിച്ചു. സഹോദരങ്ങളെ, ഇസ്ലാം പറയാണ്, നിനക്കൊരു തൊഴിലാളി ഉണ്ടെങ്കിൽ, നിന്റെ കീഴിൽ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവരോട് കാണിക്കേണ്ടുന്ന ചില അദബുകൾ മാത്രം പറയാം. ഒന്ന്, കൃത്യമായ കൂലി കൊടുക്കലാണ്, മാന്യമായ ശമ്പളം കൊടുക്കലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅതുൽ അജീറ അജ്റ, നിങ്ങളുടെ കീഴിലുള്ള തൊഴിലാളികൾക്ക് നല്ല മാന്യമായ പ്രതിഫലം കൊടുക്കുക. ഖബല അയജിഫ അറഖഹു, അവന്റെ വിയർപ്പ് തുള്ളികൾ അറ്റുപോകുന്നതിന്റെ മുമ്പ്. ചൂടോടെ മാസക്കണക്കിന് ശമ്പളം പെൻഡിങ് ആകാൻ പാടില്ല.
ദിവസക്കണക്കിന് അവൻ അധ്വാനിച്ച പണത്തിന് നമ്മുടെ വീടിന്റെ ഗേറ്റ് വന്ന് തുറന്ന് മുട്ടാനുള്ള സമയം ഉണ്ടാക്കാൻ പാടില്ല. അവന്റെ അർഹിക്കുന്ന സമയത്ത് അവന്റെ ശമ്പളം കൊടുക്കുക, കൃത്യമായ കൂലി കൊടുക്കുക. കരാറ് പ്രകാരം, എഗ്രിമെന്റ് പ്രകാരം എന്താണോ ശമ്പള സ്കെയിൽ കൊടുത്തതെങ്കിൽ അത് മാന്യമായി പാലിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് ഞാൻ ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഗ്യാരണ്ടി നിൽക്കും, ഞാൻ വാദിക്കാൻ വരും. ആരാണ് അവർ? റജുലുൻ ഇസ്തഅജറ അജീറൻ, ജോലിക്ക് ഒരാളെ വിളിക്കുന്നു, ഫസ്തൗഫാ മിൻഹു, അയാൾ അദ്ദേഹത്തിന്റെ ജോലി മുഴുവൻ പ്രവർത്തിക്കുന്നു, വലം യുഅ്തിഹി അജ്റ, എന്നിട്ട് അദ്ദേഹത്തിന് മാന്യമായ പ്രതിഫലം കൊടുക്കാത്തവർക്ക് വേണ്ടി ഞാൻ നാളെ പരലോകത്ത് വാദിക്കും. നമുക്കെതിരാകാൻ പാടില്ല. രണ്ടാമത്തേത്, നമ്മുടെ കീഴിൽ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാന്യമായ പെരുമാറ്റം ഉണ്ടാവണം. നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട്, ഞാനൊരു മുതലാളിയാണ്, അവൻ തൊഴിലാളിയാണ് എന്നും അതുകൊണ്ട് ഞാൻ അവനൊരു അടിമ ലെവലിലായി സംസ്കാരത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നതിന് പകരം ഏറ്റവും മാന്യനായ പെരുമാറ്റം മുതലാളിയിൽ നിന്നുണ്ടാവണം. അത് ശ്രദ്ധിച്ചോളൂ. അത് ഒരു പണിക്കാരനുള്ള സ്റ്റാഫ് ഉള്ളെങ്കിലും 100 ആളുണ്ടെങ്കിലും എത്ര പേർക്ക് നമ്മുടെ കീഴിൽ ജോലിക്കാരുണ്ട്, അവരോട് മാന്യമായി പെരുമാറുക എന്നത് ബോധ്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അവരോട് ദേഷ്യം പിടിക്കാനും കയർക്കാനും വഴക്കിടാനും ഇൻസൾട്ട് ചെയ്യാനുമുള്ള അവസ്ഥ നമ്മളുടെ കയ്യിൽ നിന്ന് വരാൻ പാടില്ല എന്ന ഒരു കഴിവ്, ഒരു ശേഷി നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. അനസ് റളിയല്ലാഹു അൻഹു 9 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായി, സേവകനായി ജോലി ചെയ്തു. ശമ്പളമൊന്നുമില്ല, ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി നിന്നതാ. ആ ചരിത്രം പറഞ്ഞിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ 9 കൊല്ലം നബി തങ്ങളുടെ കീഴിൽ ഖാദിമായി നിന്നു. എന്നോട് ഒരിക്കൽ പോലും നബി നീ എന്താണ് അങ്ങനെ ചെയ്യാത്തത് ചോദിച്ചിട്ടില്ല. എന്താ ഇങ്ങനെ ചെയ്താൽ ആക്ഷേപിച്ചിട്ടില്ല. എന്നെ ഇന്ന് വരെ നബി തങ്ങൾ അതിന്റെ പേരിൽ എന്തിൻ്റെങ്കിലും പേരിൽ അടിച്ചിട്ടില്ല. ഇങ്ങനെ പറയുന്ന വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മഹല്ലുകളിൽ, വ്യത്യസ്തങ്ങളായ മഹല്ലുകളിൽ ആളുകൾ ഉണ്ടാകും. അവിടെയൊക്കെ പലതരം ജോലികൾ ചെയ്യുന്ന പള്ളികളിൽ ഇമാമത്ത് നിൽക്കുന്ന ആളുകൾ, അവർക്ക് അർഹിക്കുന്നതായ പരിഗണന ലഭിക്കുന്നുണ്ടോ? അവർക്ക് മാന്യമായ ഭക്ഷണം കിട്ടുന്നുണ്ടോ? അവർക്ക് മാന്യമായ താമസം ലഭിക്കുന്നുണ്ടോ? നാട്ടിലൊരു സാധാ തൊഴിലാളിക്ക് ലഭിക്കുന്നതിന്റെ പകുതി പരിഗണന പോലും ലഭിക്കാത്ത പള്ളി ഇമാമിയങ്ങളുണ്ട്, മുഅദ്ദിനീങ്ങളുണ്ട്. തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി ജോലി കാണുന്നവർക്ക് ഇങ്ങനെ പറയും, എന്താ പത്ര വലിയ ജോലി. കാണുന്നവർക്ക് ഒരു ജോലിയില്ല. അദ്ദേഹത്തിന് 24 മണിക്കൂർ എവിടേക്കും പോകാൻ പറ്റൂല. ഓരോ ജോലിയെയും ഓരോ സ്ഥാനത്തെയും മാനിക്കേണ്ടതുണ്ടെന്നാണ് പറഞ്ഞത്. മൂന്നാമത്തേത്, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന മനുഷ്യന്റെ ദീന് പരിഗണിക്കണം. മൂപ്പർക്ക് പള്ളി പോകാൻ പറ്റില്ല, മൂപ്പർക്ക് ജുമാ പോകാൻ പറ്റൂല, മൂപ്പർക്ക് ഒരു മയ്യത്ത് കാണണം, മയ്യത്ത് പോകാം, എവിടേക്ക് മൂപ്പര് അനങ്ങാൻ പാടില്ല. നമ്മളെ തൊഴിലാളിക്ക് ദീനിയായ ഒരു കാര്യത്തിനും പോകാൻ പറ്റാത്ത സാഹചര്യം ഒരു മുതലാളി ഉണ്ടാക്കാൻ പാടില്ല. പ്രത്യേകിച്ചും അവന്റെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ. അവന്റെ നമസ്കാരത്തിന് അവരെ നമസ്കരിപ്പിക്കേണ്ട ചുമതല പോലെ, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ പള്ളി പോയിട്ട് വന്നോളൂ എന്ന് പറയാനുള്ള ശേഷിയും കഴിവും ഒരു മുതലാളിയുടെ കയ്യിലുണ്ടാവണം. 4, തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അയാളെ കൊണ്ട് കഴിയാത്ത ഓവർ വർക്ക് ചെയ്യിപ്പിക്കുക, ഓവർലോഡ് കൊടുക്കുക. എന്നാൽ അതിനർഹമായ പരിഗണന ഇല്ലാതിരിക്കുക. ചില ജോലിക്ക് ഒരാൾ കസ്റ്റമർ ഇല്ലെങ്കിലും അയാൾക്ക് ഇരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ഇന്ന സമയത്തെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇങ്ങനെ അതിശക്തമായ മാനുഷികമായ യാതൊരു പരിഗണനയും ലഭിക്കാത്ത അവസ്ഥകൾ കടന്നു വരുന്നതിനെ സൂക്ഷിക്കണം. 5, തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ അടുത്ത് എന്തെങ്കിലും ഒരു പോരായ്മ വന്ന മാപ്പ് കൊടുക്കണം. 1ാമത്തെ മിസ്റ്റേക്കിനെ പിടിച്ച് പുറത്താക്കരുത്, 2ാമത്തെ മിസ്റ്റേക്കിനും പുറത്താക്കരുത്. എന്റെ വാക്കല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സ്വഹാബത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നബിയേ, ഞങ്ങളുടെ കീഴിൽ പലതരം തൊഴിലാളികളുണ്ട്, ജോലിക്കാരുണ്ട്, അവരൊക്കെ പല തെറ്റുകളും മറ്റും സംഭവിക്കുന്ന സമയത്ത് ഞങ്ങൾ എത്ര തവണ മാപ്പ് കൊടുക്കണം നബിയേ, എത്ര തവണ മാപ്പ് കൊടുക്കണം? ഫഖാൽ, നബി തങ്ങൾ പറഞ്ഞു, അഅഫു അൻഹു ഫീ കുല്ലി യൗമിൻ 70 മറ, നീ ഓരോ ദിവസവും 70 തവണ അവന് മാപ്പ് കൊടുക്കണം. ഒരു ദിവസം അവന്റെ 70 അബദ്ധങ്ങൾക്ക് നീ മാപ്പ് കൊടുക്കണം. അപ്പോഴാണ് നീ ഒരു നല്ല മുതലാളിയാകുന്നത്. ഇസ്ലാം ഈ പറഞ്ഞ വാചകങ്ങളെല്ലാം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. ആത്മഹത്യകൾ വരെ തൊഴിലില്ലായ്മയുടെ പേരിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ ഉദ്ദേശിക്കുന്ന മാന്യമായ ജോലി കിട്ടാത്തതിന്റെ പേരിൽ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനേകം സംഭവങ്ങൾ ഇന്ന് സമൂഹത്തിൽ പെരുകുകയാണ്. നമ്മുടെയൊക്കെ മഹല്ലുകളിൽ നല്ല സർട്ടിഫിക്കറ്റുള്ള ബിരുദമുള്ള എത്രയോ വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ മാന്യമായ ജോലികളിലേക്ക് എത്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി മഹല്ലുകൾ ശാക്തീകരണത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എന്ത് തൊഴിലും ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ പ്രിയപ്പെട്ടവർ ചെറുപ്പക്കാരെ നമുക്ക് പറ്റണം.
നമ്മൾ വിചാരിച്ച, നമ്മൾ ഉദ്ദേശിച്ച ഒരു ജോലി കിട്ടിയെങ്കിലേ ഞാൻ പോകുള്ളൂ എന്നുള്ള വാശി ഒഴിവാക്കാൻ പുതിയ തലമുറ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തിനോട് പറയാ, നിങ്ങളിൽ ഒരാൾ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് കയറെടുത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് ഒരുപാട് വിറക് ശേഖരിച്ച് ആ വിറക് പിടിച്ച് കെട്ടി അത് ചുമലിൽ വെച്ച് കൊണ്ടുവന്ന് താഴെ അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിറ്റ് ജനങ്ങളോട് പണം യാചിക്കാതെ അങ്ങനെ ജീവിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും നല്ല മാന്യമായ അന്തസ്സുള്ള അവസ്ഥ. എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക. അന്നത്തെ കാലത്ത് അവർക്ക് ഏറ്റവും റിസ്ക് ഉള്ള ജോലിയായിരുന്നു വിറക് ശേഖരിക്കുക എന്നത്. നമ്മുടെ നാട് പോലെ ഫോറസ്റ്റുകളും അത്തരം വന സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. അപ്പൊ അത്രയും വലിയ ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പറയാണ്, അതാണ് നിനക്ക് നല്ലത് ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാൾ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിരാശയില്ലാതെ ഹലാലായ ജീവിതത്തെ, സമ്പാദ്യത്തെ നമ്മൾ ആഗ്രഹിക്കുകയും തൊഴിലിനു വേണ്ടി അന്വേഷിക്കുകയും ചെയ്യുക. വേതനം കുറവാണെങ്കിലും വലിയ മെച്ചപ്പെട്ട അവസ്ഥയില്ലെങ്കിലും ഹലാല് കൊണ്ടുണ്ടാകുന്ന ബറക്കത്ത് എത്ര കോടികൾ കൊണ്ട് നമ്മൾ സമ്പാദിച്ചാലും ശരി, ഹറാമ് കൊണ്ട് നമുക്ക് സുഖിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമാധാനവും നല്ല അന്തരീക്ഷങ്ങളും ഒക്കെ ആ വലിയ സമ്പാദ്യങ്ങൾ ഹറാമിലൂടെ കടന്നു വന്നത് നഷ്ടങ്ങളായിരിക്കും ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുക എന്ന ഉറച്ച ദാർഢ്യമായ തീരുമാനം അയാളുടെ മനസ്സിലുണ്ടാവണം. തെറ്റായ ഹലാലല്ലാത്ത ഒരു മാർഗത്തിലൂടെയും ഞാൻ സമ്പാദിക്കില്ല എന്ന ഉറച്ച തീരുമാനം ഒരു മുതലാളിയുടെ കയ്യിലുണ്ടാവണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അതിന്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തൊരു തൊഴിലാളി പാലിക്കേണ്ട കുറച്ച് മര്യാദ ഉണ്ട്. നമ്മൾ ശമ്പളം മേടിക്കുമ്പോൾ, നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ചില അദബുണ്ട്. എല്ലായിടത്തും നോക്കൂ നിങ്ങൾ, ഇസ്ലാം വിട്ടുപോയത് എവിടെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതിയിട്ട് പഠിപ്പിക്കുകയാണ്. മഹാനായ മൂസാ നബി മദീനയിൽ പോയി മരത്തിന്റെ ചുവട്ടിലിരിക്കുക. ഷുഐബ് നബിന്റെ 2 മക്കൾ വന്നിട്ട് പറയുന്നുണ്ട്, മൂസാ നബിനോട് പറയുന്നത്, നിങ്ങളെ വാപ്പ വിളിക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരനായ ആള് നമുക്ക് നമ്മുടെ വീട്ടിലെ ജോലി കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയ ആളാണ്. കാരണം ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ, ശക്തനായ ആളാണ്, നല്ല വിശ്വസ്തനായ ആളാണ്. ഒരു തൊഴിലാളിന്റെ 2 ഗുണാണത്. ഒന്നൊരു തൊഴിലിനുള്ള സ്കില്ലുണ്ടാവുക, കഴിവുണ്ടാവുക. 2, ആ തൊഴിലിനോടൊരു വിശ്വസ്തത പാലിക്കാൻ പറ്റുക. ഇവിടെ വെച്ചാണ് ഉലമാക്കന്മാര് പറയുന്നത്, ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന ജോലിയോട് കൃത്യമായി കൊണ്ട് നല്ല ശക്തിയുള്ളവനാകാനും യോഗ്യനാവാനും ശ്രദ്ധിക്കുക. കായികമായാലും ഭൗതികമായാലും ഒരു ജോലിക്ക് ആവശ്യമായ സ്കില്ലുണ്ടാവുക. നമ്മുടെ കുട്ടികളിൽ പ്രത്യേകിച്ച് എന്താ സ്കില്ലെന്ന് വെച്ചാൽ, ഒരു കഴിവും അയാൾ സ്വയം പ്രാപിക്കുന്നില്ല. കുറെ പന്ത് കളിക്കും, കുറെ ഫോണുമ്മ കളിക്കും, ഏതെങ്കിലും വാഹനത്തുമ്മ പറപ്പിച്ച് പോകുന്നതിനപ്പുറത്ത് ഒരു ജോലി എന്ന സ്കില്ലിലേക്ക് നമ്മുടെ മക്കൾ വളർന്നു വരുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അർഹതയില്ലാത്ത ഒരു ജോലിയും ഏറ്റെടുക്കാൻ പാടില്ല. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, എന്നിട്ട് തെറ്റായ ജോലി സമ്പാദിച്ചുണ്ടാക്കുക, എന്നിട്ട് ന്യായമല്ലാത്തത് ആ രൂപത്തിൽ പിൻവാതിൽ നിയമനങ്ങളും കുടുംബക്കാരനാണെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ വെച്ചുകൊണ്ട് അത്തരത്തിൽ തരികിടകളിലൂടെ ജോലി ഏറ്റെടുക്കാൻ പാടില്ല. എന്നാൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു ജോലി തന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്വത്തോടു കൂടെ അത് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുകും അമല, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നതാണ്. അയാൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അയ്യുത്ഖിനഹു, ആ പ്രവൃത്തി മികച്ചതാക്കുന്നവനാണെങ്കിൽ അല്ലാഹു അവനെ ഇഷ്ടമാണ്. നമ്മൾ ഏറ്റെടുത്ത ജോലി വളരെ ആത്മാഭിമാനത്തോടെ കൃത്യമായി പങ്ക്ച്വാലിറ്റി പാലിച്ച് ശ്രദ്ധിച്ച് ആ ഒരു ഉത്തരവാദിത്തത്തെ നന്നായി പാലിച്ച് ജീവിക്കുന്നവനെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. വിശ്വാസിയാവേ അമാനത്ത് പാലിക്കുന്നവനായി മാറും. മുതലാളി നോക്കുന്നുണ്ടോ, CCTV ഉണ്ടോ എന്നൊന്നുമല്ല നമ്മുടെ മുമ്പിൽ. ഞാൻ ഈ ജോലി ചെയ്യുമ്പോൾ വിശ്വസ്തത പാലിക്കുന്ന എൻ്റെ പടച്ചോൻ എന്നെ കാണുന്നുണ്ടെന്ന ബോധ്യത. അങ്ങനത്തെ 4 സ്റ്റാഫ് മതി നമുക്ക്. ഒന്ന് ആലോചിക്കും, എത്ര ഹൈറായിരിക്കും ആ ജീവിതം, എന്തൊരു സുഖമായിരിക്കും ആ ഒരു ജോലി. അതുകൊണ്ട് ആ ഒരു വിശ്വസ്തതയാണ് നമ്മൾ പാലിക്കേണ്ടത്. സമയത്തിലെ അമാനത്താണ് നമ്മൾ പാലിക്കേണ്ടത്. കൃത്യമായൊരു സമയം ഉണ്ടാവും നമുക്ക് ജോലിക്ക്. നമ്മൾ ഏറ്റെടുത്ത ജോലിക്ക് ഒരു ടൈം പറഞ്ഞിട്ടുണ്ടാവും. ആ ടൈം നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം. അത് അതിനുള്ള സമയമാണ്. അത് മറ്റൊന്നിനും കൊടുക്കാൻ പാടില്ല. കൃത്യസമയം പാലിക്കുന്നവനാകണം. ആ ഏൽപ്പിക്കപ്പെട്ട ജോലിയിൽ ഒരുപാട് വസ്തുക്കൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഇത് പൊട്ടിക്കരുത്, അത് തകർക്കരുത്, ഇത് തുടരുത്. ആ അമാനത്താക്കപ്പെട്ട വസ്തുക്കളെ നശിപ്പിക്കാതിരിക്കുക. നമ്മൾ കാരണം കൊണ്ട് കമ്പനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തൊഴിലാളിയായി നമ്മൾ മാറാൻ പാടില്ല.
അതോടൊപ്പം തന്നെ തനിക്ക് ശമ്പളം തരുന്ന തൻ്റെ പ്രിയപ്പെട്ട മുതലാളിയുടെയും കടയുടെയും അല്ലെങ്കിൽ ബിസിനസ് സാമ്രാജ്യങ്ങളുടെയും രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കാൻ പാടില്ല. വഞ്ചന കാണിക്കാൻ പാടില്ല. മൻ ഖശാരെങ്കിലും വഞ്ചന കാണിച്ചാൽ ഫലൈസ മിന്നാ, അവൻ നമ്മിൽപ്പെട്ടവനല്ല. അത്തരം ഇടപാടുകൾ നമ്മളൊരു തൊഴിലാളി എന്ന നിലയ്ക്ക് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വരാതിരിക്കാനുള്ള ജാഗ്രതയുണ്ടാവണം. അങ്ങനെയാണ് ഒരു മാന്യമായ തൊഴിലും ഒരു നല്ല മുതലാളിയാകുമ്പോഴും ഒരു ജീവിതത്തിൽ പടച്ചറപ്പ് ഒരു വരുമാന മാർഗം തരുമ്പോഴും ദീന് വിട്ട് ദീന് നഷ്ടപ്പെട്ട് അതിൽ യാതൊരു പരിഗണനയുമില്ലാതെ ഒരുപാട് സമ്പാദിച്ചിട്ട് കാര്യമില്ല എന്ന ബോധത്തോടെ അള്ളാഹു നമുക്ക് നൽകിയ ജീവിത മേഖലകളെ അഭിവൃദ്ധിപ്പെടുത്താൻ ഒരു മനുഷ്യന് നമ്മൾ കാരണം തൊഴിൽ കൊടുത്താൽ അയാളുടെ വീട്, അയാളുടെ കുടുംബം, അയാളുടെ ചികിത്സ, അവിടുത്തെ ഭക്ഷണം നമ്മളിലൂടെയാണ് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യം എന്താ? നമ്മളിലൂടെ ഒരു കുടുംബം ജീവിച്ചു പോകുന്നുവെങ്കിൽ, നമുക്ക് 10 പേരെ അധികം പോസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ടെങ്കിൽ ആ ചാൻസ് നമ്മൾ ഉപയോഗിച്ചോ, നമുക്ക് വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന മേഖലയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേഖലയിൽ, ജീവിത മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, കച്ചവട മേഖലയിൽ അള്ളാഹുവിനേറെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു നല്ല മുസ്ലിമായ, ഒരു നല്ല അഭിമാന ബോധത്തോടുകൂടെ ജീവിതത്തെ കാഴ്ചപ്പാടോടുകൂടെ കൊണ്ടുപോകാൻ പടച്ചറബ് നമുക്കെല്ലാം തൗഫീഖ് നൽകി ഗ്രഹിക്കുമാറാകട്ടെ.